ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ അൽഖോറിലോട്ടാണ്. ഖത്തറിൻ്റെ തലസ്ഥാന നഗരമായ ദോഹയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് ഉള്ളിൽ വരുന്ന ഒരു സ്ഥലമാണ് റാസ് ലഫാൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്ത യുദ്ധത്തിന് സമയത്ത് ഈ പേര് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ആ സ്ഥലം ഉള്ളത് ഇവിടെയാണ്. നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഓയിലുള്ള സ്ഥലമാണ് റാസ് ലഫാൻ. ഏറ്റവും ഇപ്പം അവിടെ കുറേ മിസൈൽ ആക്രമണമൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ്. നമുക്ക് ആ വഴി പോകുന്ന കുറച്ച് സ്ഥലങ്ങളും കാണാം. ഓക്കെ, ഇനി ഞാൻ നല്ല കാഴ്ച കാണിച്ചു തരാം. എന്താണെന്നറിയോ, നമ്മുടെ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണ്. അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതാണ് സ്റ്റേഡിയം എന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഇതാണ് സ്റ്റേഡിയം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടോ. പക്ഷേ ഇതല്ല, അതിവിടെ കാണുന്ന ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിന് ഒരു ലുസൈൽ സ്റ്റേഡിയം എന്നാണ്. ഖത്തറിലെ ഏറ്റവും വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്. നമ്മൾ ലോകകപ്പ് നടന്നൊരു സ്റ്റേഡിയമാണിത്. ഓൾമോസ്റ്റ് 80,000 ആൾക്കാർക്ക് മറ്റും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ് കേട്ടോ അത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ അറബികളുടെ വിളക്കുകളിൽ അറബ് വിളക്കുകളിൽ നിന്നും പിന്നെ അവരുടെ പാത്രങ്ങളിൽ നിന്നൊക്കെ പ്രചോദനം കൊണ്ടിട്ടാണ് ഈ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റേഡിയം പോലെ തോന്നുന്നില്ലല്ലോ. ഫസ്റ്റ് കാണുമ്പോൾ നല്ല രസമാണിത് കാണാൻ. നല്ല ഗോൾഡൻ കളറിലൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. കണ്ടോക്ക്, നല്ല രസമില്ലേ? എന്ന വഴിക്ക് ഒരു സ്റ്റേഡിയം കൂടെ, അൽഖോർ സ്റ്റേഡിയം. അവിടെയായിരുന്നു ഉദ്ഘാടന മത്സരവേദി ഒക്കെ അവിടെയായിരുന്നു. അൽ ബയാത്ത് സ്റ്റേഡിയം. നമുക്കതും കൂടെ കാണാം. അത് ഓൾമോസ്റ്റ് നമ്മൾ എത്തുന്ന സമയത്തൊട്ട് കാണാൻ കാണിച്ചു തരാം. ഞാൻ ആ സ്റ്റേഡിയം കണ്ട സമയത്ത് എനിക്കത് സ്റ്റേഡിയം എന്ന് പോലും മനസ്സിലായില്ല. അത് കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല അൽ ബയാത്ത് സ്റ്റേഡിയം. അത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. എനിക്ക് സ്റ്റേഡിയമാണ്, ഇതാണ് ആ സ്റ്റേഡിയം എന്ന് മനസ്സിലായില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് സർക്കസ് കൂടാനൊക്കെ പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാനത് സ്റ്റേഡിയം എന്നറിയാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് വീഡിയോ എടുത്ത് ജസ്റ്റ് എന്താണെന്ന് മാത്രം കണ്ടിട്ട് ജസ്റ്റ് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കേട്ടോ അത്ര ക്ലിയർ അല്ലാത്തത്. അത് പിന്നെയാണ് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞത്. ഇതിങ്ങനെയാണ്. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് സ്റ്റേഡിയം എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ മത്സരം വെച്ചാൽ ഉദ്ഘാടന സമയത്തുള്ള മത്സരവേദിയായിരുന്നു അത്. ഇവിടെ ഒരു 60,000 സംതിങ് ആൾക്കാർക്ക് ഒക്കെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ സ്റ്റേഡിയത്തിൽ എനിക്ക് തോന്നുന്നു താമസിക്കാനുള്ള ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് എനിക്ക് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നു. ഇവിടെ പള്ളികളൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മളൊരു താജ്മഹലിൻ്റെ ജസ്റ്റ് അതുപോലെയല്ല, എന്നാലും അതിനൊരു സിമിലറായിട്ട് തോന്നില്ലേ? നല്ല രസമാണ് ഇവിടുത്തെ പള്ളികളൊക്കെ കാണാൻ. വളരെ നല്ല രസമാണ്. ഇത് അൽഖോറിലോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ പൊതുവെ ആൾക്കാർ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ആളുകൾ അങ്ങനെ മറ്റുള്ള സ്ഥലങ്ങൾ ദോഹയിലുള്ള പോലെയൊന്നും അത്ര ട്രാഫിക്കില്ല. ഭയങ്കര പീസ് ആൻഡ് കാമാണ്. ദോഹ എന്ന് പറയുമ്പോഴേ ഖത്തർ എന്ന് പറയുമ്പോഴേ ഫുൾ പീസ് ആൻഡ് കാമാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പീസ് ആൻഡ് കാമാണ് ഈ സ്ഥലം. പിന്നെ നമ്മളിനി പോകുന്നത് ഇവിടുത്തെ ഒരു ബീച്ചാണ്. നല്ല രസമാണ് ഇവിടുത്തെ ബീച്ച് കാണാൻ. നമ്മുടെ നാട്ടിലെ പോലെ ഈ തിരമാലകളൊന്നുമില്ല ഇവിടുത്തെ കടലിലെ വെള്ളത്തിന്. ഭയങ്കര തിരമാല തീരെ കുറഞ്ഞൊരു കടലാണ്. നമുക്ക് കടലാണെന്ന് പോലും മനസ്സിലായി. ഇത് കടലാണെന്ന് പറഞ്ഞപ്പോൾ ഇത് കടലാണോ? നമ്മൾക്ക് കടലെന്ന് പറയുന്ന സമയത്ത് തിരമാല ഭയങ്കര തിരമാലകളൊക്കെ. ഇവിടുത്തെ ഭയങ്കര അത്ര ഇതില്ല, അത്ര ശബ്ദമൊന്നുമില്ല നമ്മുടെ നാട്ടിലത്ര. പിന്നെ ഞങ്ങളിവിടെ ഇവിടുത്തെ ബീച്ചൊക്കെ നല്ല രസമായിരുന്നു. മോന് കുറച്ച് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി. മനസ്സുകൊണ്ട് എല്ലാവരും കുട്ടികളാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ഊഞ്ഞാലൊക്കെ ആടാൻ ഇഷ്ടമില്ലാത്ത ആരാണല്ലോ ഉള്ളത്. അങ്ങനെ എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി. ഫൈനലി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഇതാണ് ഇതിലെ വീഡിയോ.